റണ്ണിങ്ങിൻ്റെ കാര്യത്തിൽ നമ്മളെപ്പോഴും ആദ്യമായിട്ട് സെലക്ട് ചെയ്യുന്ന ഇവൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ആദ്യത്തെ ഹാഫ് മാരത്തോൺ ഞാൻ കഴിഞ്ഞ ജിടെക് മാരത്തോണിനാണ് ഓടുന്നത്. ഫെബ്രുവരി 9-നാണെന്ന് തോന്നുന്നു. അത് നമ്മുടെ ടെക്നോ പാർക്കിൻ്റെ ഫേസ് 3-ലായിരുന്നു സ്റ്റാർട്ടിങ്ങും ഫിനിഷിങ്ങും ഒക്കെ വന്ന്. പക്ഷേ ഞാൻ ഇതുവരെ ഓടിയ ഹാഫ് മാരത്തോണിൽ ഏറ്റവും നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത ഒരു റണ്ണിങ് ഇവൻ്റ് ആയിരുന്നു അത് ഞാൻ പറയുന്നത് ജസ്റ്റ് ഒരു റേസ് മാനേജ്മെൻറ്റിൻ്റെയോ റൂട്ടിൻ്റെയോ കാര്യത്തിലൊന്നും മാത്രമല്ല. അവർ ആ ബിപ്പ് കളക്ഷൻ തൊട്ട് അത് ഇമ്പോർട്ടൻസ് കൊടുത്തത് അങ്ങനെ ആയിരുന്നു ആ ഇവൻറ്റിന്. അപ്പം ഹൈഡ്രേഷൻ പോയിൻ്റ് ആയിക്കോട്ടെ, മെഡിക്കൽ സപ്പോർട്ട് ആയിക്കോട്ടെ, എന്തിന് ചിയർ ചെയ്യാൻ വേണ്ടി വന്ന കോളേജ് പിള്ളേരെ എനർജി ആയിക്കോട്ടെ, എല്ലാം അത്രയ്ക്ക് നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത ഒരു ഇവൻ്റായിരുന്നു. കാരണം നമ്മൾ സ്റ്റാർട്ടിംഗ് ലൈൻ മുതൽ പോയി എനിക്കൊന്നൊരു 1 കിലോമീറ്റർ എത്തുന്നതിന് മുന്നേ തന്നെ ആദ്യം ഒരു ഗ്രൂപ്പ് ഓഫ് പിള്ളേർ മറ്റേ ബാൻഡും സെറ്റും ഒക്കെ ആയിട്ട് വന്ന് ഭയങ്കര ഫുൾ ഓൺ പവറും ഫുൾ ഓൺ എനർജിയിലും വരുന്നു അവരവിടെ നിന്ന്. അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഓടാനുള്ള മോട്ടിവേഷൻ വരും എന്നുള്ളതാണ്. ഒന്നത്തെ കാര്യം ഹാഫ് മാരത്തോണൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 4:30 മണിയാണ്. അപ്പം അത്രയും നേരത്തെ ആ പിള്ളേർ അവിടെ വന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. ഇനി ഫുൾ മാരത്തോൺ അതിന് മുന്നെയാണ് തുടങ്ങുന്നത്. സോ അത്രയും നേരത്തെ അവർ വന്ന് അവരത്രയും എനർജറ്റിക് ആയിട്ട്, ഞാൻ റേസ് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് 5K ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ, അപ്പോഴും അവർ ചിയർ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. ഹൈഡ്രേഷനിൽ നിന്ന വോളണ്ടിയേഴ്സ് ആയിക്കോട്ടെ, റേസിൻ്റെ ഇടയ്ക്ക് വന്ന മെഡിക്കൽ ടീം. ഇപ്പോൾ ഞാനന്നൊരു അഡക്ടർ ഇഞ്ചറി വെച്ചാണ് ആ റണ്ണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 18 കിലോമീറ്ററൊക്കെ ആയപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ കാലിൽ പെയിൻ ഉണ്ടായിരുന്നു. സോ ആക്കുളം എത്തിയപ്പോൾ എനിക്ക് ഇപ്പോഴത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ആക്കുളം എത്തി ആ സ്ട്രെച്ചിങ്ങിന് ഓടി കയറിക്കൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ കൂടെ ആ മെഡിക്കൽ ടീമിലുള്ള ഒരു പുള്ളിക്കാരൻ ഇങ്ങനെ ഓടി വന്നിട്ട് ഹെൽപ്പ് എന്തെങ്കിലും വേണോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, സ്ട്രഗിൾ ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. അത് ഞാൻ ഓടുന്ന കണ്ടിട്ട് പുള്ളി എൻ്റെ അടുത്തൊന്ന് ചോദിച്ചതാണ്. സോ അത്രയും നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത ഒരു ഇവൻ്റ് ആയതുകൊണ്ട് തന്നെ ഞാനത് ഫിനിഷ് ചെയ്ത സമയത്ത് തന്നെ എനിക്ക് എൻ്റെ മൈൻഡിലൊരു ഇമേജ് ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു ഹാഫ് മാരത്തോൺ ഇവൻറ്റിൽ നമ്മളിതൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്നൊരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു. സോ ആ സ്റ്റാൻഡേർഡ് ഭയങ്കര ഹൈ ആയിരുന്നു ജിടെക് മാരത്തോണിൽ. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ബാക്കി വന്ന റണ്ണെല്ലാം ഒന്ന് രജിസ്റ്റർ ചെയ്യാനുള്ള മോട്ടിവേഷനായി എന്നതിന് പുറമെ പെർഫോം ചെയ്യാനായിട്ട് കുറച്ചും കൂടെ എനിക്കതൊരു എൻകറേജ്മെൻ്റ് ആയിരുന്നു. സോ ഇതാണ് നമ്മൾ റണ്ണിങ് സ്റ്റാൻഡേർഡായിട്ട് എക്സ്പെക്ട് കഴിഞ്ഞ് ഇപ്പോൾ റേസ് ഫോട്ടോസ് കിട്ടുന്നതാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ റേസ് ഫോട്ടോസ് AI യൂസ് ചെയ്തൊക്കെ കിട്ടിയായിരുന്നു. സോ ഓവറോൾ എനിക്ക് ആ ഒരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ റണ്ണിങ് ഇവൻറ്റ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളിപ്പോൾ 2026 ഒരു റണ്ണിങ് ഇവൻറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് നിങ്ങളുടെ ഒരു റിസർച്ച് ചെയ്യുക. വളരെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്യുന്ന ഹിസ്റ്ററി ഉള്ള ഓർഗനൈസേഴ്സിൻ്റെ റേസിൽ കഴിയുന്നതും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നോക്കുക. കാരണം ഒരു മോശം ഇവൻറ്റിൽ പോയി നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത് ഫിനിഷ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു ഫുൾ റേസ് എക്സ്പീരിയൻസ് കിട്ടില്ല. അപ്പോൾ ഇതുപോലത്തെ റണ്ണിങ് കണ്ടൻറ്റും റണ്ണിങ് വിശേഷങ്ങളും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. വീഡിയോ നിങ്ങളുടെ റണ്ണിങ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. പ്രത്യേകിച്ച് ആദ്യത്തെ റണ്ണിങ് ഇവൻറ്റ് 2026 ഓടാൻ നിൽക്കുന്നവർക്ക് ഇത് അയക്കുക. കീപ് റണ്ണിങ്, എൻജോയ് റണ്ണിങ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.